ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ഏതൊക്കെയാണ്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ആദ്യം മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു നോക്കാം. സോ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. പിന്നെ അതിനുശേഷം ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. 30 മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നു കഴിഞ്ഞു. പിന്നെ സൈഡ് വേസ് വലിയ ഒരു റേഞ്ച് ഡിഫറൻസ് ഒന്നും ഇല്ല. റേഞ്ച് വൈസ് നോക്കുകയാണെങ്കിൽ only 4 പോയിന്റ്സ് ആണ് നെഗറ്റീവ് ആയത്. ഓക്കെ, ഒരു ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ 22,600 ചിലപ്പോൾ ടാർഗറ്റ് വരാം, അല്ലെങ്കിൽ താഴേക്ക് ഗ്യാപ്പ് ഡൗൺ പോവുകയാണെങ്കിൽ 21,875. അങ്ങനെ ഈ രണ്ട് സാധ്യതയും ഉണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഡൗൺ പോയിട്ടുണ്ട്. 108 പോയിന്റ്സ് ആണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. സോ രണ്ട് ബാങ്ക് നിഫ്റ്റി നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഏത് ഡയറക്ഷൻ പോകും എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നിഫ്റ്റി 22,212, നിഫ്റ്റി ബാങ്ക് 46,811. സോ നിഫ്റ്റിക്ക് ഇനി നെക്സ്റ്റ് 22,600 പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ 21,875. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 47,300 മുകളിൽ പോവുകയാണെങ്കിൽ അപ് ട്രെൻഡ് വരും, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. സോ ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ബജാജ് ഫിൻസർവ് ആണ്. ബിഗ്ഗസ്റ്റ് ലൂസർ BPCL. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് ഫാർമ സെക്ടറും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കും ആകുന്നു. സോ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് ഫിൻ നിഫ്റ്റിയും 11 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഏകദേശം ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഒരു ഡബിൾ ബോട്ടം ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്ന സ്റ്റോക്കിൽ ഏതൊക്കെയാണ് നമുക്ക് അതിൽ എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. 10.27% ആണ് കയറിയിരിക്കുന്നത്. ഫിനാൻസ് സെക്ടറിൽ തന്നെ 3rd പ്ലേസിൽ വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു വോളിയം ബ്രേക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ BEL സെക്കൻഡ് സ്റ്റോക്ക്. $205. ഓക്കെ, ഇന്നത് 5.42% കയറിയിട്ടുണ്ട്. വോളിയം വൈസ് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ വോഡാഫോൺ ഐഡിയ നെക്സ്റ്റ് സ്റ്റോക്ക് 7.67% കയറിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഹോട്ടൽസ് രാം മന്ദിർ ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്ത് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഹോട്ടൽ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലൊക്കെ നല്ല കയറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യൻ ഹോട്ടൽസ് ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് 2.70% കയറിയിട്ടുണ്ട്. അപ്പോൾ 6 ദിവസത്തിനുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് 15% പ്രോഫിറ്റ് നൽകിയിരിക്കുന്നത്. ദെൻ ഇൻഡസ് ടവേഴ്സ് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. 7.11% കയറി. ദെൻ ഐബുൾ ഹൗസിംഗ് ഫിനാൻസ് നല്ല കയറി. ദെൻ റെയിൽടെലിനൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. സോ റെയിൽടെൽ, RVNL, IRFC ഒക്കെ ഒരുവിധം കയറിയിട്ടുണ്ട്. ബട്ട് ആ ഒരു റെയിൽടെൽ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്റലക്ട് ഡിസൈൻ, ഇന്റർകോൺ ഇൻഡസ്ട്രീസ് ഇതെല്ലാം നല്ല പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്കിലാണ്. ഇനി ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ ഏതൊക്കെയാണ് നോക്കാം. FACT എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് 4.38% ആണ് ഡൗൺ പോയത്. അതുപോലെ യെസ് ബാങ്ക് താഴേക്ക് പോയിട്ടുണ്ട്. ദെൻ ടീം ലീസ് സർവീസസ് ഈ ഒരു സ്റ്റോക്കും 3.49% വെയിറ്റ് ഉണ്ട്. രത്നാമണി മെറ്റൽസ് 3.26% ഡൗൺ ഉണ്ട്. ശില്പ മെഡിക്കൽ ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെ സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ട് തരും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി സ്റ്റോക്കുകൾ ടെക്നിക്കലായിട്ടും അതുപോലെ വാല്യുവേഷൻ, ഫണ്ടമെൻ്റൽ എല്ലാം നോക്കിയിട്ട് മാത്രമേ, അതുപോലെ സെക്ടറിന് പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എല്ലാം മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങനെയാണ് പൊതുവിൽ, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ആൻഡ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ
2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. സോ ആ ഒരു അത്രയും ടൈം ഫ്രെയിമിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ മുന്നേ അച്ചീവ് ചെയ്തെന്നിരിക്കും. ബട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് പറഞ്ഞു നാളെ കയറിയില്ല എന്ന് ചോദിക്കേണ്ട. സ്വിംഗ് ട്രേഡിങ്ങിന് 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം. ഓക്കെ, ഇന്ന് നമ്മൾ ഫസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കുകൾ നോക്കാം. അപ്പോൾ അതിൽ 200 റുപ്പീസിന് താഴെ നല്ല ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. അതിൽ ഫസ്റ്റ് നമുക്ക് എടുത്തു പറയേണ്ട സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്. അപ്പോൾ ഇന്ന് 0.31% ഡൗൺ ആയെന്ന് നോക്കണ്ട. 163 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 12% കയറാൻ സാധ്യതയുണ്ട്. 135 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ HFCL, ഇതും ഡൗൺ ആണ് 2.42, ബട്ട് സ്റ്റിൽ പറയുന്നുണ്ട്. സോ 112 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 135 ആണ് സ്റ്റോപ്പ് ലോസ്. 18% ഉയരാനായിട്ട് സാധ്യതയുണ്ട്. സോ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം. ഓക്കെ, 104 സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ ഭാരത് ഇലക്ട്രോണിക്സ്, ഇന്ന് 5.42% കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 209 പോവുകയാണെങ്കിൽ 215 ആ ഒരു റേഞ്ച്, 7%. 187 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ ഇതല്ലാതെ ടോപ്പ് ബ്രോക്കറേജസ് 2 സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്കാണ് ONGC. ബട്ട് ONGC ഒക്കെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, 272 റുപ്പീസിൽ ട്രേഡ് ചെയ്യുക. മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ബൈ കോൾ തന്നിട്ടുണ്ട്. 315 ആണ് ടാർഗറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഓയിൽ ഇന്ത്യ. ഓയിൽ ഇന്ത്യ 592 റുപ്പീസിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. 650 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ONGC, ഓയിൽ ഇന്ത്യയൊക്കെ 15 to 20% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു 5 സ്റ്റോക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇതൊന്നും അല്ല. ഓക്കെ, നെക്സ്റ്റ് സാറ്റർഡേ സൺഡേയിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യണം, മിഡ് ക്യാപ്പിൽ ഏത് കൊള്ളാം, സ്മോൾ ക്യാപ്പിൽ ഏത് കൊള്ളാം, ഇതിലൊക്കെ നമ്മൾ വിശദീകരിച്ച ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ജസ്റ്റ് പറഞ്ഞത് മാത്രം. ബുള്ളിഷായിട്ട് ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു എന്ന് പറഞ്ഞതെന്ന് മാത്രം. സോ നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിൽ നല്ല പെർഫോം ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകൾ, ലൈവായിട്ടുള്ള കോൾസ് നൽകുന്നുണ്ട്. ഇൻട്രാഡേ സ്റ്റോക്കുകളാണെങ്കിൽ അതിൻ്റെ കോൾസ് ഉണ്ട്. ഇപ്പോൾ ഡെലിവറി ഓപ്ഷൻസ് എല്ലാം നമുക്ക് അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മറക്കാതെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു ചാനൽ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ടെലഗ്രാമിൽ മലയാളം ഷെയർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു ലിങ്ക് വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാകും. ദെൻ പ്ലേ ലിസ്റ്റിൽ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടും ക്രൂഡ് ഓയിൽ റിലേറ്റഡുള്ള സ്ട്രാറ്റജിക്കൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.